വിനോദട്ടാ, അപ്പൊ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാറ്റവും ഇല്ല കേട്ടാ. അയ്യോ 2 ദിവസത്തെ വർക്കല്ലേ, നമ്മള് പൊളിക്കും. ഞാൻ അഡ്വാൻസ് ഇന്ന് തന്നെ വാങ്ങിച്ചു തരും. നന്നായിട്ട് വർക്ക് ചെയ്തോളണം. ചെയ്യും. ഇങ്ങോട്ട് വന്നേ. ക്ലയന്റിന്റെ വായിന്ന് തെറി എളുപ്പിക്കരുതോട്ടാ. അയ്യോ എന്റെ ലക്കി മോളെ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അതന്നെ എന്റെ ടെൻഷൻ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് ആരെയാ? ആരെയാ? നമ്മുടെ അവിനാശിനെ. മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീമും എന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെല്ലാം നോക്കി നടത്താൻ വിനോദേട്ടനും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട്. അതാണ് എന്റെ ഒരു പേടി. നന്നായിട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എനിക്ക് കൊള്ളും. വേറെ വർക്ക് വരാനുള്ളതാ, അത് ഓർത്താ മതി. എല്ലാ വർക്കും അങ്ങ് പോന്നോട്ടെ. പിന്നെ ഞാൻ എക്യുപ്മെന്റ് ലിസ്റ്റ് വായിക്കാം. ഇനി മാറ്റൊന്നുമില്ല. ഇത് 5-6 തവണ വായിച്ചതല്ലേ, എല്ലാം എന്റെ മനസ്സിലുണ്ട്. നിങ്ങളായതുകൊണ്ട് എന്റെ പേടി. എന്റെ ഒരു ധൈര്യത്തിന് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യട്ടെ. ഇതാ കേക്ക്. ഒരു 1DX ക്യാം, സ്റ്റഡി ക്യാം, ഹെലി ക്യാം. ഇവിടെ ശ്രദ്ധിക്ക്. ഞാനിതെല്ലാം മനസ്സിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയെന്ന്. നീ അതെല്ലാം കൊണ്ട് കളഞ്ഞു. 1DX, സ്റ്റഡി ക്യാം, ഹെലി ക്യാം, ക്യാമറമാൻ ബാറ്റ, അക്കോമഡേഷൻ, സേവ് ദ ഡേറ്റ് വീഡിയോ, കല്യാണം 2 days, ഡിജിറ്റൽ പേജ് ആൽബം. ഓക്കെ, എല്ലാം കൂടെ 5.20. ഓക്കെ അല്ലേ? റേറ്റിന്റെ കാര്യത്തിലാണ് ഒരു ചെറിയ ബുദ്ധിമുട്ട്. ലക്കി മോള് കൊണ്ടുവന്ന വർക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി. ഇനി ഒരു മാറ്റവും ഇല്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ കമ്മീഷൻ അത് അഡ്വാൻസ് ചെക്ക് മാറിക്കഴിഞ്ഞാൽ ഉടനെ എന്റെ പോക്കറ്റിലോട്ട് കൃത്യമായിട്ട് ഇടണം. ഇല്ലെങ്കിലേ വർക്ക് ഇനി വരണത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കും. തമാശ ഒന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ചെക്കുമാറി വരട്ടെ, എന്നിട്ട് ഞാൻ ഇട്ട് തരാം. മോള് ദേഷ്യത്തിന്റെ പുറത്ത് പോലും വർക്ക് വെളിയിലാർക്കും കൊടുക്കരുത്, എല്ലാം എനിക്ക് തരണം. പിന്നെ ഞാൻ ഓഫീസിലേക്ക് ചെല്ലുക, ഇത് കാണിച്ചിട്ട് വേണം അപ്രൂവൽ വാങ്ങിക്കാൻ. ഓക്കെ, അപ്പൊ മറക്കണ്ടാന്ന്. എന്ത് ഒന്നും. വിനോദേട്ടാ, സ്റ്റഡിക്കാ, ഹെലിക്കാ. എനിക്ക് വർക്ക് എന്നോളായി പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടിയാണ്. ആടാ, നീ എവിടെയാ? ഞാൻ ഇവിടെ വീട്ടില്. അല്ല, നീ രാവിലെ എവിടെ പോയതാ? അതാ, അത് ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഓ, അല്ല നീ എന്താ വിളിച്ചേ? അതെ, വേറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിന്റെ വെഡിങ് ഇവന്റ് വന്നിട്ടുണ്ട്. ബ്ലോസം ടീം എന്നെ പല തവണ വിളിച്ചതാ. പിന്നെ നീ കുറെ കാലായില്ലേ വർക്ക് വേണമെന്ന് പറഞ്ഞ് വിളിക്കണ്. അതുകൊണ്ട് ഞാൻ വർക്ക് വിനോദേട്ടന് കൊടുത്തിട്ടുണ്ട്. ആണോ? താങ്ക്സ് ഡാ. പുള്ളി ഫുൾ ടൈം ദാരിദ്ര്യം പറിച്ചില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പി ആയിക്കോളൂ. എന്തെങ്കിലും ആവട്ടെ. പിന്നെ നിന്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ കമ്മീഷൻ എനിക്ക് വേണം. എനിക്ക് പുള്ളിനോട് അങ്ങനെ കമ്മീഷൻ ചോദിക്കാൻ പറ്റില്ലല്ലോ. കമ്മീഷനോ? ശരി ശരി ശരി, അതൊക്കെ ശരിയാക്കാം. അപ്പൊ ഓക്കെ, വൈകുന്നേരം കാണാം. പിന്നെ വിനോദേട്ടനോട് പറയണ്ട, പുള്ളിക്ക് എന്താ തോന്നുക. ഓക്കെ, അതാട്ടാ. ശരി, എന്നാ ബൈ. ഓക്കെടാ. എടാ, ലക്കി വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ശ്രദ്ധിച്ചോ? മെലിഞ്ഞല്ലേ? എടാ, അത് വീട്ടിൽ ടെൻഷനും ഫുഡൊന്നും കറക്റ്റായി കഴിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് നമ്മുടെ വേവിച്ച് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ തടിച്ചു വരും. അതല്ല, അവൾക്കേ ഈ ഇടയ്ക്കായിട്ട് പൈസയോട് ചെറിയൊരു ആക്രാന്തം ഉണ്ടോന്നൊരു ഡൗട്ട്. എന്തോ പൈസക്ക് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ വന്നു? എടാ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവള് ഡെയിലി വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഓൺലൈനിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാറുണ്ട്. അതുകൂടാതെ നമ്മുടെ ജോസഫ് ഏട്ടന് ക്യാൻറ്റീൻ നടത്താൻ കൊടുത്തില്ലേ അവളുടെ ഓഫീസിലാണ്, അതിന്റെ കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അവൾ അവിടുത്തെ വർക്ക്സ് തന്നെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അതിന്റെ കമ്മീഷൻ മേടിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അവൾ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു വർക്ക് തന്നിട്ട് അതിന്റെ കമ്മീഷനും ആക്ച്വലി ചോദിച്ചു. പക്ഷെ അതേസമയം അത് വിനോദേട്ടന് അറിയണ്ടെന്നും പറഞ്ഞു. അതെന്താണ്? എടാ, അത് കമ്മീഷൻ ഇപ്പം എന്തായാലും വിനോദേട്ടനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എടാ, അതാണ്. 2 ദിവസം മുമ്പ് ഇവൾ ഇതേ വർക്കിന്റെ കാര്യം വിനോദേട്ടനോട് സംസാരിച്ചിട്ട് അതിന്റെ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് എന്നോട് പറഞ്ഞില്ല, ഞാൻ ഇന്നാണ് അറിയുന്നത്. എന്താണ് അങ്ങനെ? അതല്ല ഞാനും പറഞ്ഞത്. ഒന്നാമത് സാമും ദിവ്യയും കൂടി തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ് ഇല്ലേ, എടാ അതിന്റെ മാർക്കറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനും കമ്മീഷൻ ചോദിച്ചവള്. ഇതൊക്കെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുണ്ടോ? അതല്ലേ പറഞ്ഞത്. നീ ഇപ്പൊ എന്തായാലും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, മനസ്സിൽ വെച്ചാൽ മതി. അല്ല, നീ ഇന്ന് എവിടെയെങ്കിലും പോകുന്നതാ? ഞാനാ നീ ചോദിച്ചു നന്നായി. എടാ, എനിക്കെന്തൊരു പുതിയ പ്രൊഡ്യൂസറായിട്ട് മീറ്റിംഗ്. അപ്പൊ പഴയ പ്രൊഡ്യൂസർ എന്തായി? എടാ, അയാളുടെ എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രശ്നം, അയാൾക്ക് പടം ചെയ്യാൻ പറ്റില്ല. അടിപൊളി, പോയിട്ട് വേണ്ട. ഓൾ ദ ബെസ്റ്റ്. അല്ല, നീയും വരണം. ഞാൻ എന്തിനാണ് വരുന്നത്? എടാ, നീ കഥ മുഴുവൻ കേട്ടതല്ലേ, അപ്പൊ ഇടയ്ക്കിടെ സ്റ്റക്കായി പോയ ഒരു സപ്പോർട്ടിന് വേണം.
മോനെ ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ലല്ലേ? അപ്പൊ നീ വരുമല്ലേ? വരാം, പക്ഷെ ഇത് എന്നെ കൊണ്ട് കഥയൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുതട്ടാ. നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു. ഓക്കെ ഓക്കെ. ആ വേഗം തേക്ക്, എൻ്റെ ഡ്രസ്സും തേച്ചോ. ഇതൊന്നും ശരിയാവൂല. അതെന്താ ശരിയാകാത്തത്? ഇതിലേതെങ്കിലും ഒരു പേര് മതി. അയ്യേ, ഇതൊന്നും ഒരു സ്റ്റോറിന് ഇടാൻ പറ്റിയ പേരൊന്നും അല്ല. ഈ പേരെന്താ ഒരു കുഴപ്പം? നോക്കിടി ഏജി, ഇതൊന്ന് നോക്കിക്കേ. മാസോൺ, മാനോസ്, ഓൺ മാസ്, നോസ് മാസ്, സോൺ മാസ്, മരണമാസ് മാത്രമില്ല. എന്താണ് അതൊക്കെ? ഇതൊക്കെ സാംസങ്ങിന്റെ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ടിരിക്കുക. അയ്യ, അത് ഭയങ്കര ബോറായിരിക്കും. എന്ത് പോറ്? ഈ സ്റ്റോർ തുടങ്ങാൻ എൻ്റെ ഐഡിയ അല്ലേ? അപ്പൊ പേര് എൻ്റെ തന്നെ മതി. എന്നാ പിന്നെ മാന്യമായിട്ട് സാംസങ് സ്റ്റോർസ്. അത് കൊള്ളാലോ. പറ്റില്ല. അയ്യടാ, അപ്പൊ ഇത് തുടങ്ങുന്നതിൽ എനിക്കൊരു പങ്കുമില്ലേ? ആ കാര്യം നീ മറക്കരുത് സമയം. മറന്നിട്ടൊന്നുമല്ല. 50% പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നുണ്ട്. 50% പ്രോഫിറ്റ് ഷെയർ ആയിരുന്നുണ്ട്. പിന്നെ നമ്മളധികം ബലം പഠിക്കണം. എന്റെ DAG, ഇത് പ്രോഫിറ്റ് ഷെയറിന്റെ കാര്യമൊന്നും അല്ല. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് അതിന്റേതായ ഐഡന്റിറ്റി ഒക്കെ വേണ്ടേ? ഐഡന്റിറ്റി വേണം. അറ്റ്ലീസ്റ്റ് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ റെസ്പെക്ട് എങ്കിലും വേണ്ടേ? മ്യൂച്വൽ റെസ്പെക്ട് വേണം. പിന്നെ ഞാൻ പറയുന്ന പേരും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താ എന്താ ഇവള് പറയുന്ന പേരും കൂടെ ഒന്ന് കൺസിഡർ ചെയ്താല്? ഞാൻ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന് എന്ത് പേരിടണമെന്നുള്ളത് ഞാൻ പണ്ടേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അയ്യോ, പിഞ്ച് കുഞ്ഞായിരുന്നപ്പോ തൊട്ട് ലിസ്റ്റാക്കി വെച്ചാണ്. പാവം. അതാണ്. അതിന് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പേപ്പറിൽ എഴുതി വെച്ചിട്ടല്ലേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഓ, അങ്ങനെയാണ് ഇഷ്ടംപോലെ മാറ്റാലോ. സാമേ, ദിവ്യ പറഞ്ഞാലും കാര്യമുണ്ട്. എന്റെ DAG നിനക്ക് എന്തിന്റെ കേടാണ്? നീ എന്തിനാ വീണ്ടും ഒരു രീതിയിലാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, ഞാൻ ഇവരുടെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കല്ലേ. എന്നെ സോൾവ് ചെയ്യാൻ ഞാൻ കാണുന്നുണ്ട്. അല്ല, ആക്ച്വലി ഇവിടെ എന്താ പ്രശ്നം? കമ്പനിക്ക് ഒരു പേര് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു പേര് പറയട്ടെ. എന്താ പേര്? നാഷ് വിൻ സ്റ്റോഴ്സ്. എങ്ങനെയുണ്ട്? ഏയ് നാശവി, ഇത് അവിനാശ് തിരിച്ചിട്ടുള്ള നിന്റെ പേരാണത്. ചെറുതായിട്ട്, പക്ഷെ പെട്ടെന്ന് ഇട്ട തോന്നില്ലല്ലോ. ഇതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞ ആലോചിച്ചുണ്ടാക്കും. എടാ, നിനക്ക് പ്രൊഡ്യൂസറിനെ കാണാൻ പോകണ്ടേ? അയ്യോ, പ്രൊഡ്യൂസർ കാണാൻ പോണോ? നിങ്ങൾ രണ്ടുപേരും കൂടിയേ തുടങ്ങാത്ത കമ്പനിയുടെ പേരാലോചിച്ച് തമ്മി തല്ലിച്ചാണ്. ബാ, എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. പ്രൊഡ്യൂസർ പോയാൽ എൻ്റെ അമ്മ വരുന്നല്ലോ. അതെന്തായാലും കൊള്ളാം. നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ ടൈറ്റിൽ DAG തന്നെ മതി. വെറൈറ്റി ആയിരിക്കും. അല്ല സാർ, പക്ഷെ കഥ ഒന്ന് കേൾക്കുമ്പോഴും ചെയ്യാതെ. ലുക്ക് മിസ്റ്റർ DAG, ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. എൻ്റെ മുഖത്തും ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ? ഉണ്ട് സാർ. നിങ്ങളുടെ മുഖത്തും ആ പോസിറ്റീവ് എനർജി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തും ആ പോസിറ്റീവ് എനർജി വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? അതാണ് കറക്റ്റ്. അല്ല, നിങ്ങളാരാ? ഇത് അവിനാഷ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആഡ് ഫിലിം മേക്കർ. ഓ, ഡയറക്ടറൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെയല്ല, എൻ്റെ സുഹൃത്താണ്. പിന്നെ ഞാൻ ഈ സബ്ജക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പുള്ളിയായിട്ടാണ്. അപ്പോൾ ഞാൻ കഥ പറയുമ്പോൾ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, ഞാൻ ഈ സിനിമാ പാരമ്പര്യം ഉള്ള ആളൊന്നുമല്ല. ഞാൻ ഈ ബിസിനസ്സൊക്കെ ചെയ്ത് കുറെ കാശൊക്കെ ഉണ്ടായി. പക്ഷേ ഒരു പേരില്ല. എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഈ ചാരിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേര് വരും. അങ്ങനെ ചാരിറ്റി ചെയ്തു, കുറെ ഫ്ലെക്സ് വെച്ചു, കുറെ കാശ് പോയെന്നല്ലാതെ ഒന്നും നടന്നില്ല. പിന്നെ വേറെ കുറെ പേര് പറഞ്ഞു സിനിമ എടുത്ത പേര്. അത് വളരെ നല്ലൊരു തീരുമാനമാണ് സാർ. ഞാനത് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പടം അവിനാശ് സംവിധാനം ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് പൊട്ടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടല്ലോ. പൊട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ കഥ പറയാം. പൊട്ടിയാലും കുഴപ്പമില്ല. പറ്റില്ല. എന്താ പറ്റാത്തത്? ഈ പേരും നമ്മുടെ ബിസിനസ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സാമേ. നീ പറഞ്ഞ പേരിനെക്കാളും നല്ലതാ. അതെ, വെറുതെ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറയുമ്പോൾ അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു റീസൺ പറയണം. എന്താണ് വന്നപ്പോ തുടങ്ങിയതാണല്ലോ, എന്താണ് പ്രശ്നം? എന്റെ ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി തുടങ്ങാൻ പോവാന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോ എന്താ പ്രശ്നം? അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനൊരു പേര് വേണം. എന്തായാലും ഒരു നല്ല ദൈവാധീനമുള്ള പേരിടുന്നോട്ടെ മക്കളെ. ഒന്നും ശരിയാവില്ല ചേച്ചി, അങ്ങനെയുള്ള പേരൊന്നും സെറ്റ് ആവില്ല. എന്നാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും. അതിലെ പ്രശ്നം ഞാൻ പറയണ പേരൊന്നും ദിവ്യക്ക് പിടിക്കില്ല. അതെന്താ മോളെ? സാം പറയണ പേരൊന്നും ഈ കമ്പനിക്ക് ചേരില്ല ചേച്ചി. ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ടുപേരും തമ്മിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരാൾക്ക് മാത്രം ഇഷ്ടമുള്ള പേരിട്ടാ മതിയോ? അത് ശരിയാ. അന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. രണ്ടാളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് അങ്ങ് പേരിട്. ചിലവർക്ക് മക്കളുണ്ടാവും ഇടുന്ന പോലെ. അങ്ങനെ ഇട്. സാം,
ദിവ്യ, വ്യാസ, മാവി, സതീഷ്. വംസ്. ശരിയാവില്ല. അയ്യേ ഇതൊന്നും ശരിയാവില്ല ചേച്ചി. ഞങ്ങൾ കുറെ ആലോചിച്ചതാ ഇതൊക്കെ. ഇതൊന്നും സെറ്റ് ആവില്ല. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറെ ഇപ്പം എന്താ ഐഡിയ? വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഈ കഫേ തുടങ്ങാൻ നേരത്തെ ഈ പേരിൻ്റെ കാര്യം ആലോചിച്ച് കുറേ ടെൻഷൻ അടിച്ചതാ. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ ഈ പാലാരിവട്ടത്ത് ഒരു ന്യൂമറോളജിസ്റ്റ് ഉണ്ടെന്ന്. അയാളെ പോയി നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, ചിലപ്പോൾ ശരിയാവും. പുള്ളി സജസ്റ്റ് ചെയ്ത പേരാണിത്. എനിക്ക് ന്യൂറോളജിയിലൊന്നും വിശ്വാസമില്ല. എന്താണ് ഈ പേരിന് കുഴപ്പം? പേരിന് കുഴപ്പമൊന്നുമില്ല, പേരൊക്കെ നല്ല പേരാണ്. പക്ഷേ എത്ര നല്ല പേര് കിട്ടിയാലും നമ്മൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന കാര്യമില്ലല്ലോ. അതുകൊണ്ട് കാശ് കൊടുത്ത് പേരിടുന്നതുകൊണ്ടൊന്നും എനിക്ക് താല്പര്യമില്ല. അത് തന്നെ, ഈ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഇത് തന്നെയാണ്. അങ്ങനെ കാശ് കൊടുത്ത് പേരിടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കട്ടെ, നല്ലൊരു പേര് കിട്ടും. ഓ, ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ ഒരുപോലെ തീരുമാനം പറഞ്ഞല്ലോ, സന്തോഷം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരുന്ന് പേരൊക്കെ ആലോചിക്കും. എന്നിട്ട് പിന്നെ ആ പേരും പറഞ്ഞ് രണ്ടും കൂടി ഇവിടെ ഇരുന്ന് അടി കൂടാനാണ് തീരുമാനമെങ്കിൽ രണ്ടിനെ ഞാൻ പുറത്തിരുന്ന് ഓർത്തോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഈ കാലങ്ങൾക്ക് ശേഷം പരസ്പരം കാണുമ്പോൾ പരസ്പരം എന്ത് പറയുന്നോ എങ്ങനെ പ്രതികരിക്കുന്നോ നമുക്കറിയില്ല. അയ്യോ, അല്ല, അങ്ങനെ ടെൻഷൻ ആവാനുള്ളൊരു അവസ്ഥയില്ല. അതല്ല, ഞാനേ സാധാരണ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഭാര്യയെ കൂടെ വിളിക്കാറുണ്ട്. അവക്കാണ് എന്നേക്കാൾ കൂടുതൽ ഈ സിനിമയായിട്ടൊക്കെ ബന്ധമുള്ളത്. ഞാൻ അവളെ കൂടെ വിളിക്കാം. നിങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് പറയാം. ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ? ഇല്ലല്ലേ? സത്യം. ഞാൻ ഇപ്പോൾ പാവം, ഭാര്യ ഇല്ലാതെ കഥ പോലും കേൾക്കില്ല. തങ്കപ്പെട്ട മനുഷ്യൻ, പോയിട്ട് വരട്ടല്ലേ പാവം. നിനക്ക് ഈ നോർമലായിട്ടുള്ള ആൾക്കാരൊന്നും പരിചയമില്ലേ? ഇനി ഇയാളെ നിന്റെ പടത്തിൽ നായകനാണെന്ന് പറയോ? അളിയ, ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും നോർമൽ ഇയാളാണ്. കഷ്ടം. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കും? നിനക്ക് പോയിട്ടുള്ള ധൃതി ഉണ്ടാ? എനിക്ക് നിന്നെ പോലെ പണിയൊന്നുമില്ല. അളിയ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, പുള്ളി വൈഫിനെ കൂട്ടി വരണ്ടേ? ഹലോ, ഇതാണ് എൻ്റെ വൈഫ്. അവിനാഷ് അല്ലേ? ആണ്. നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ, എൻ്റെ സിസ്റ്ററിന്റെ വെഡിങ് ക്യാപ്ചർ ചെയ്ത് അവിനാഷ് ആയിരുന്നു. ഇപ്പോഴും പഴയ പോലെ കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കലാണോ പണി? അല്ല, ഇപ്പൊ ഞാനൊരു ആഡ് ഫിലിം മേക്കറാണ്. ഓ, വലിയ മാറ്റമൊന്നും ഇല്ല അല്ലേ? ഒരുപാട് മാറ്റമുണ്ട്. അതും വെഡിങ് ഫോട്ടോസ് എടുക്കുന്നത് ഒരു മോശം പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്. ഒരു ജോലിയും മോശമല്ല. എക്സാക്ട്ലി. ഞാൻ ഞാനെന്നാ പിന്നെ കഥ പറഞ്ഞു. നിങ്ങൾ കഥ പറഞ്ഞു, ഞാൻ ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ഹാഫ് ഞാൻ കേട്ടാണല്ലോ. ഓക്കെ, കഥ പറയട്ടെ. അതായത് ചേട്ടന്റെ സംരക്ഷണയിൽ വളരുന്ന ഗീതു അവസാനം എൻ്റെ അടുത്ത് തന്നെ വന്നു അല്ലേ? ക്ലൈമാക്സ് ആണ് ഉദ്ദേശിച്ചത്. ഒരു പേര് കിട്ടിയിട്ടുണ്ട്. ഇത് താൻ പറഞ്ഞ പോലെ തൻ്റെ പേരോ എൻ്റെ പേരോ ഒന്നുമല്ല. ഓക്കെ, പറയ്. ക്യൂബ്. ക്യൂബോ? ആ, ക്യൂബ്. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, ഈ പേര് ഫിക്സ് ഫിക്സ് ഫിക്സ്. അയ്യേ, ക്യൂബ് എന്നൊന്നും ഒരു ഷോപ്പിന് പേരിടാനൊന്നും പറ്റില്ല. എന്താ പേരിട്ടാല്? ദിവ്യ, അത് ശരിയാവൂല. താൻ നല്ലൊരു പേര് പറയത്തുമില്ല. ഞാൻ പറയുന്ന പേരൊക്കെ എന്തെങ്കിലും പൊട്ടക്കാരണം പറഞ്ഞ് മുടക്കുകയും ചെയ്യും. പൊട്ട കാരണം പറയണത് സാമ. ഇങ്ങനൊന്നും വാശി പിടിക്കരുത് സാമ, ചെറിയ കുട്ടികളെ പോലെ. ഓക്കെ, തനിക്ക് ഈ ആപ്പിൾ കമ്പനി ആ പേരിടാനുള്ള കാരണം എന്താണെന്നറിയോ? ഇല്ല. ഞാൻ കേട്ടിട്ടുള്ളതാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ ഈ ചെയ്യുന്ന പോലെ ഒരുപാട് പേര് അവരും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ആപ്പിൾ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് തമാശയ്ക്ക് വെറുതെ പറഞ്ഞു, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നല്ലൊരു പേര് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിക്ക് ആപ്പിൾ എന്ന് പേരിടുന്നു. എന്നിട്ട് പിന്നെ ഒരു കുറേ പേരുകൾ ആലോചിച്ചു, നല്ലൊരു പേരും കിട്ടിയില്ല. അങ്ങനെ ഒരു പേരും കിട്ടാണ്ട് വന്നപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞു, സ്റ്റീവ് ജോബ്സ് ആപ്പിൾ എന്ന പേര് ഫിക്സ് ചെയ്തു. ഓ, അങ്ങനെയാണല്ലേ ആപ്പിൾ എന്നുള്ള പേര് വന്നത്. അല്ല, ഇതിപ്പോ എന്തിനാ ഇവിടെ പറയണേ? ഒന്നും ഉണ്ടായിട്ടല്ല, ഞാനിപ്പോൾ ഒരു പേര് പറഞ്ഞില്ലേ, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ദിവ്യ നല്ലൊരു പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ കമ്പനിക്ക് ഈ പേര് ഫിക്സ് ചെയ്യും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിനേക്കാൾ നല്ലൊരു പേര് എന്തായാലും കിട്ടും. ഇത് തന്നെ 2 ദിവസം കൊണ്ട് പറയുന്നത്. ഇത് അതുപോലെ ഒന്നും അല്ല, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും കിട്ടും. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ പോരാ, നല്ലൊരു പേര് തന്നെ വേണം. നല്ല പേര് കിട്ടും. കിട്ടിയാൽ മതി. ഈ ആഡ് ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോ എത്ര കിട്ടും കയ്യില്? ജീവിക്കാനുള്ളത് കിട്ടും. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ വേണം പുറത്തോട്ട് മാറി. വേണ്ട, അത്രമാത്രം സംസാരിക്കാനില്ല. അല്ലെങ്കിൽ എന്ത് സംസാരിക്കാനാ?
ദീപു എന്നല്ലേ പേര് പറഞ്ഞേ? അതെ. യുനോ ദീപു, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ US വന്നേ ഉള്ളൂ. ഇപ്രാവശ്യം വെക്കേഷന് എന്നെയും കൂടെ US കൊണ്ടുപോകണമെന്ന് ഹസൻ ഒരേ നിർബന്ധമായിരുന്നു. അയ്യോ, നല്ലൊരു ഭർത്താവ് അല്ലേ? ആയിരിക്കും. ഇവിടെ ചിലർക്ക് ബാംഗ്ലൂര് വരെ വരാൻ തന്നെ തീരെ മടിയാ. അയ്യ, ആരാണ്? ആ, ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. പുള്ളി ബസ് കയറി അപ്പ ഛർദ്ദിക്കും. എടാ, അത് നിനക്കല്ല, എനിക്കിട്ടാണ്. എന്നെ കാണിക്കാനുള്ള ഷോ ഓഫാണ്. ആരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള ഷോ ഓഫ് ഒന്നുമല്ല. ഞാനേ ഇപ്പൊ നല്ല നെല്ലിലെത്തി നിശ്ചയം അറിയിക്കാൻ വേണ്ടി തന്നെയാ. നീ ഹാപ്പി അല്ലേ? ഐ ആം ഓൾസോ ഹാപ്പി ഫോർ യു. എല്ലാരും ഹാപ്പി ആയി നമുക്ക് ഹാപ്പി ആയിട്ട് കഥ പറഞ്ഞാല്. ആ, ദീപു പറ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഗീതു ചേട്ടന്റെ സംരക്ഷണയിൽ വളരുന്നു. അദ്ദേഹത്തെ തന്നെ വിളിച്ചോണ്ടിരുന്നത് നീ വിചാരിച്ചാൽ തന്നെ എല്ലാം നടന്നല്ല. ഞാൻ എന്ത് വിചാരിച്ചു നീ പറയണേ? അല്ല, നിനക്ക് വേണ്ടി ഒരു കാശുണ്ടാക്കുന്ന മെഷീൻ അല്ലേ, അത് നിനക്ക് കിട്ടിയല്ല. അളിയ, എനിക്ക് അതൊന്നും പറഞ്ഞോട്ടെ. ശരി, പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ നായിക ഗീതുവിന് ആവശ്യം ക്യാഷ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആയിരുന്നു. അല്ല, സോറി, നമ്മുടെ നായിക ഗീതു ചേട്ടച്ചൻ ഗീതു അവിനാശിനെ അവിനാശനല്ലോ, ഹിമേഷിനെ കാണല്ലോ. ഹലോ, അയ്യോ, നിങ്ങൾ ഇതുവരെ കഥ പറഞ്ഞ കഴിഞ്ഞില്ലേ? ഞാൻ കുറെ സമയം കൊണ്ട് കഥ പറയാൻ ശ്രമിക്കുകയാണ് സാർ. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കഥ കയറി വരുന്നു. വേറൊരു കഥയോ? അത് പറ. അയ്യോ, അത് അത്ര വ്യക്തമല്ലാത്തൊരു തേപ്പുകാരന്റെ കഥയാണെന്ന് തോന്നുന്നു. പറഞ്ഞാത്ര സുഖാവില്ല അല്ലടാ? അതെ, അത് ഭയങ്കര ബോറ് കഥയായിരിക്കും. അപ്പൊ പിന്നെ ആ കഥ കണ്ടിന്യൂ ചെയ്തു, അത് കേൾക്കാം. അത് ഗീതു ചേട്ടച്ചൻ അരമണിക്കൂറായി ഗീതുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന ഹിമേഷ്. പറ, പേര് പറ. പേര് കിട്ടിയില്ല. പേര് കിട്ടിയില്ലേ? നിനക്കത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ കുറച്ച് സമയം കളയാനായിട്ട്? ഞാൻ അത്ര നേരമായിട്ട് ആലോചിക്കണം, കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ ശരി, ഞാൻ പറഞ്ഞ പേര് ഫിക്സ്. അത് ശരിയാവില്ല. അത് ശരിയാവത്തത്? ദിസ് ഇസ് നോട്ട് ഫെയർ. താൻ ആദ്യം സമ്മതിച്ചാണ്. കൊറേ നേരമായല്ലോ രണ്ടും കൂടെ. എന്ത് മക്കളെ പ്രശ്നം? അത് ചേച്ചി, ഞാനും സാമും കൂടെ ഒരു കമ്പനി തുടങ്ങാൻ പോവാ. ആഹാ, കൊള്ളാലോ. എന്ത് കമ്പനിയാ? അത് ചേച്ചി ഒരു സ്റ്റോർ. ആ, അത് നന്നായി. ഇനി വീട്ടാവശ്യത്തിനുള്ള സാധനമല്ല അവിടുന്ന് വാങ്ങിക്കാമല്ലോ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ സാധനമെല്ലാം തീർന്നു പോയിട്ട് അപ്പുറത്തെ ആ പലചരക്കുകാരന്റെ കടയിൽ പോയാ വാങ്ങിച്ചത്. ഓ, അവന്റെ ഒരു മോട കാണണം. ചേച്ചി, ഇത് അങ്ങനത്തെ സ്റ്റോറല്ല. ആ, അപ്പൊ പലചരക്ക് കട അല്ലയോ? അല്ല. പിന്നെ? അതായത് ചേച്ചി, നമ്മുടെ സിറ്റിയിൽ നടക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള പാർട്ടി ഉണ്ടല്ലോ. അതായത് ബർത്ത്ഡേ പാർട്ടി, ബാച്ചിലർ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനത്തെ പാർട്ടികൾ. ആ പാർട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റോർ. ചേച്ചിക്ക് മനസ്സിലായോ? ആ, മനസ്സിലായി. ഈ ബലൂണും തോരണവും ഒന്നും അല്ലാതെ മറ്റേ സെറ്റപ്പ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്ന സ്റ്റോർ. അതെ. ഇൻവെസ്റ്റർ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റ പാട്. അത് കൊള്ളാലോ മക്കളെ, സാമിന്റെ ഐഡിയ. ആ, അല്ലേലും സാമ മിടുക്കനല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം? നമ്മുടെ സ്റ്റോറിന് ഇടാൻ പറ്റിയ ഒരു പേര് വേണം. എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ആ, അതാണ് ഇത്ര വലിയ കാര്യം. നിങ്ങള് പാർട്ടിക്കുള്ള സാധനം കൊടുക്കുന്ന സ്റ്റോറിലെ തുടങ്ങുന്നത്. അപ്പൊ പാർട്ടി സ്റ്റോർ ഇടണം. അപ്പൊ പിന്നെ സ്റ്റേഷനറി സ്റ്റോർ ആണെന്ന് ആൾക്കാരും തെറ്റിദ്ധരിക്കത്തില്ല. ചുമ്മാ ചെറിയ കാര്യത്തിന് പിള്ളേരൊന്ന് വഴക്കുണ്ടാകുന്നു. ഏതായാലും വാ. എന്താടാ ആ പ്രൊഡ്യൂസർ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞ ഒഴിവാക്കിയായിരിക്കും? എനിക്കറിയത്തില്ല. അല്ല, അവിടെ അകത്തെന്താണ് നടന്നുകൊണ്ടിരുന്നത്? എന്തോ ചളിഞ്ഞ തേപ്പ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. നീ കാര്യം പറഞ്ഞേ. അപ്പൊ നീ ഒന്നും അറിയാണ്ടാണ് എന്നെ തേപ്പാരെന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്. വീട്ടിൽ ചെന്നിട്ട് പറയാം. ആ, വീട്ടിലൊന്നും പോണ്ട. എന്താ സംഭവം ഇപ്പൊ പറ. എടാ, സംഭവം ഞങ്ങൾ തമ്മിൽ കുറച്ചാൾ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവക്കാണെങ്കിൽ ഏതുനേരം ഈ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ തന്നെ. പൈസ കുടിക്കുന്ന കാര്യമുള്ളൂ. അത് മനസ്സിലായി. എന്റെ പൈസ മാത്രമേ എന്നുള്ള താല്പര്യം. അയ്യേ, അല്ല, വേറൊരു താല്പര്യമില്ല. എവിടെ? എന്നിട്ട് എന്ത് ഇവളാൾ ഊറ്റാന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ ബാക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ വിളിച്ചിട്ട് ഒരു ദിവസം ഷോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതിന്റെ കാശൊന്നുമില്ല. എന്നിട്ടുള്ള എന്നെ തേക്കാൻ തുടങ്ങിയാണ്. ഞാൻ വിളിച്ചിട്ട് ബ്രേക്കപ്പ് ആവെന്ന് പറഞ്ഞു. അല്ലല്ലേ, അപ്പൊ ഇതൊക്കെ നടക്കുമ്പോ ഞാൻ എവിടെയായിരുന്നു? എടാ, നീ ആ ബംഗാളിയോടൊപ്പം താമസിക്കല്ലേ? അപ്പോ ഇത് കഴിഞ്ഞാണോ മീനാക്ഷി വന്നത്? അല്ല, ഇപ്പൊ ഒരു സംശയം ചേട്ടാ, ഈ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് മീനാക്ഷി വന്നത്? അതൊരു അവളെ വിളിച്ച് രാവിലെ ഒരു ദിവസം ബ്രേക്കപ്പ് ചെയ്ത ശേഷം ഒരുപാട് കാലം നീ വിഷമിച്ചിരുന്നാണോ അല്ലേ? അന്ന് ഉച്ചയ്ക്ക് ഒരു ഇവന്റിൽ വെച്ചിട്ടാണ് മീനാക്ഷിയെ കാണുന്നത്. അയ്യോ, വലിയ കാലങ്ങളായി പോയല്ലോ. നീ അത്രയും മണിക്കൂർ എങ്ങനെ പിടിച്ചു നിന്ന്? ഒന്നും പറയണ്ട, പണിയായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ ആണല്ലേ സാർ? ഒന്നുകൂടെ ഒന്ന് ആണോ? ഓക്കെ സാർ, സന്തോഷം. എന്താ ആരാ ഫോണില്?
നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഭർത്താവ്. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്തു പറയാൻ, അയാൾക്ക് കഥ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അയാളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഭാര്യയ്ക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാതെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പോട്ടറെ വിട്ടാണ്. എന്ത് പോട്ടറാന്ന്? എടാ എത്ര കഷ്ടപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് കിട്ടുന്ന അറിയോ? പ്രൊഡ്യൂസർ റെഡിയാകുമ്പോൾ ആക്ടർ റെഡി ആവില്ല, ആക്ടർ റെഡിയാകുമ്പോൾ പ്രൊഡ്യൂസർ റെഡി ആവില്ല, ഇനി രണ്ടും ശരിയാകുമ്പോൾ ഡയറക്ടർ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഇത് ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയരുത്. നീലാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത് എന്നും പറഞ്ഞ് അവിടെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടോ ഞാൻ അറിയും. ഇങ്ങോട്ട് നോക്കിയേ, എന്താണ്? എനിക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് വേണം. എന്ത് ലിസ്റ്റ്? ഇനി ഞാൻ കഥ പറയാൻ പോകുന്ന ഏതൊക്കെ സ്ഥലത്ത് എനിക്ക് പഴയ കാമുകിമാരുണ്ടതിന് ഫുൾ ലിസ്റ്റ് എനിക്ക് വേണം. എൻ്റെ അളിയാ നിനക്കറിയാത്തായിട്ട് ഇത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് നീ ഇപ്പം കണ്ടില്ലേ? തീർന്നു. എടാ എടാ നിനക്ക് അറിയാവുന്നതല്ലേ, കുറേ കഷ്ടപ്പെട്ടാലാണ് ആൾക്കാർ കഥ കേൾക്കാൻ പോലും സമ്മതിക്കുന്നത്. അതിങ്ങനെ എന്തെങ്കിലുമായിട്ട് മുടങ്ങിപ്പോകുമ്പോൾ ആകെ മടുപ്പാണ്. അതുകൊണ്ട് പറഞ്ഞു പോയത്. നിനക്കിപ്പോൾ എന്താണ് പ്രശ്നം? നിന്റെ സിനിമ അടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഡയറക്റ്റ് ചെയ്താൽ ശരിയാവും. നീ ഡയറക്റ്റ് ചെയ്തു? എന്താണ് ഞാൻ ഡയറക്റ്റ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നാ പിന്നെന്താണ്? അപ്പൊ പ്രൊഡ്യൂസറാ? നമുക്ക് ശരിയാക്കണം. നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. അവളുടെ ഒരു ജാടം അവൾക്ക് സിനിമ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. നീയേ അവളുടെ നമ്പറിങ് തന്നെ ഒന്നുമില്ല, ചുമ്മാ വിളിച്ചിട്ട് അവളെ അച്ഛനും അമ്മേനൊക്കെ കുശലം ചോദിച്ചു അന്വേഷിച്ചിട്ട് ഇങ്ങനെ നീ ഒന്ന് പോയടാ. അല്ലല്ലേ, അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള്? എല്ലാം റെഡിയല്ലോ.